പരിശുദ്ധ റമദാൻ അവസാനത്തെ പത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും ഒട്ടനേകം അവസരങ്ങൾ അള്ളാഹു സമ്മാനിച്ച ഈ പുണ്യമായ മാസത്തിൽ ഉടയ തമ്പുരാനായ സൃഷ്ടാവുമായി ഒരു സാമീപ്യമുണ്ടാക്കാൻ അടിമക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ എത്ര വലിയ ഹതഭാഗ്യവാനാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ഒരു ചാൺ അകലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന അതികഠിനമായ ചൂടുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവന്റെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന വിഭാഗങ്ങളിൽ ഒരാളുണ്ട്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത ഐന. ഒറ്റക്കിരുന്നു കൊണ്ട് ഒരിടത്തിരുന്ന് ഇലാഹായ തമ്പുരാനെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയ ഒരാൾ ജീവിതത്തിന്റെ സങ്കീർണതകൾ നിറഞ്ഞ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നു. ആരാരുമറിയാതെ ഒറ്റക്കിരുന്ന് പടച്ചവൻ തന്ന നിഅമത്തുകൾ ഓർത്ത് അവൻ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇലാഹായ തമ്പുരാനെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് അടിമയുടെ കണ്ണിൽ നിന്ന് ഊറ്റി വീണാൽ നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീയിനെ പോലും കെടുത്താൻ മാത്രം ശേഷിയുള്ള കണ്ണുനീർ തുള്ളിയാണതെന്ന് പുണ്യനിബിതങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീർ തുള്ളി മുഖത്ത് ഒറ്റിയ ഒരാളുടെ മുഖം നരകത്തിന് ഹറാമാണെന്ന് നിബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ഫലവത്തായ ഒറ്റയിട്ട രാവുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന 10 സുദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ പള്ളികളിൽ വന്ന് വീടകങ്ങളിൽ ഇരുന്ന് ഒറ്റക്കൊരു സമയം കണ്ടെത്തി പടച്ച തമ്പുരാനെ ഓർത്തുവന്ന് ഉള്ളുരുകിക്കൊണ്ട് കരയാൻ നമുക്കായാൽ അള്ളാഹുവിന്റെ അരികത്തേക്ക് നമ്മൾ എത്തും. അത് തീർച്ചയാണ്. നാളെ അർശിന്റെ തണലിലേക്ക് അള്ളാഹു നമ്മളെ ചേർക്കുകയും ചെയ്യും. പടച്ച റബ്ബ് തൗഫീഖ് തരട്ടെ.